ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ പോണത് ഇടുക്കി ജില്ലയിലെ തൊപ്രാംകുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആര്യൻ കീത്തേഴ്സ് എന്ന ഒരു ഫാം ഹൗസിലേക്കാണ് കേട്ടോ. ഞങ്ങളൊരു 2 മണിയായപ്പോൾ തന്നെ അവിടെ എത്തിയായിരുന്നു. അപ്പോൾ സനീഷിത ഇവിടെ ചെക്കിങ് ചെയ്യണേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വെൽക്കം ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് പോകാൻ നോക്കിയത്. ആദ്യം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തെല്ലാവരും. അത് കഴിഞ്ഞാണ് റൂമിലേക്ക് പോകാൻ പോയത് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടിയുണ്ട്. അഞ്ജനയും ജിഷ്ണുവും അവരുടെ കൊച്ച് നിഹാരയും. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളൊരു നല്ല സ്പേസ് തന്നെയുണ്ട്. അതുകൊണ്ട് പിള്ളേരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബോറടിക്കും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഇവിടെ ക്യാബിൻ സ്റ്റേയും ടെൻറ്റ് സ്റ്റേയും ഹട്ട് സ്റ്റേയുമാണ് ഉള്ളത്. ഞങ്ങളെടുത്തത് ഹട്ടായിരുന്നു കേട്ടോ. നമുക്ക് ഹട്ടിലേക്ക് പോവാം. 10 ഏക്കർ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടിയാണ് ഞങ്ങൾ ഹട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റൂം. ഇതിന് തൊട്ട് താഴെ തന്നെ ആയിട്ട് ബാത്റൂമും ഉണ്ട്. നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ വ്യൂ ആണ്. നമ്മുടെ ഹട്ട് സ്റ്റേയുടെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇത് 2000 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. ഇതിൽ വെൽക്കം ഡ്രിങ്ക്, ഈവനിങ് ടീ, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഇതെല്ലാം ഉൾപ്പെടും. ക്യാബിൻ സ്റ്റേ ആണ് വേണ്ടെങ്കിൽ പെർ ഹെഡ് 1800 രൂപയും, ടെൻറ്റ് സ്റ്റേ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 1500 രൂപയാണ് വരുന്നത്. ഞങ്ങൾ പോയത് സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ റേറ്റിനൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഞങ്ങൾ റൂമിൽ ചെന്ന് നല്ലപോലെ റെസ്റ്റൊക്കെ എടുത്ത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചായ കുടിക്കാൻ വന്നു. ചായയെ കുറിച്ച് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പൂളിലേക്കാണ് പോയത്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 ഫാമിലീസ് മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിൽ, വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതേ വൈകുന്നേരം ഇപ്പോൾ എല്ലാവരും കൂടി പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി വന്ന് നിൽക്കണേ കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ നല്ല വെയിലായിരുന്നെങ്കിലും വൈകുന്നേരം ഇപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഋഷിക്കുട്ടൻ ആദ്യം വേണോ വേണ്ടതെന്ന് വെച്ചൊന്ന് നിന്നെങ്കിലും പിന്നെ പയ്യനെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ തന്നെ കൂടുതൽ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.